Good morning, students. In today's class, we will be discussing about the types of bond risk. As we all know that various types of risk are involved in bonds. We will be discussing them as follows. First one is purchasing risk, or it is also known as inflation risk. Okay, inflation risk refers to the effect of inflation on investment. Okay, inflation risk refers to the effect of inflation on investment. How the investment is affected by the inflation in the economy. So this bond risk arises due to the inflation. What is the mechanism of inflation risk? When the inflation in an economy increases, the cash flow in the public also increases. So the interest rate also will be increases. So it will leads to the purchasing power decrease. ഒന്നുകൂടി പറയാം, ഇക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിലുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ ടൈമിൽ എത്ര പ്രൈസിൽ വേണമെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പബ്ലിക് റെഡിയാണ്. സോ ഇൻഫ്ലേഷൻ ഇൻക്രീസസ്, cash flow also increases, or purchasing power also increases. So in order to equalize the economy, interest rate also increases by the economy. So when the interest rate increases, purchasing power of the consumers decreases. For example, when a bond is paid 2% interest and inflation rate is 3%. So return on annual bond is negative 1%. So it is a loss to the investor. Understood? That is, interest rate 2% ആണ്, ഇൻഫ്ലേഷൻ റേറ്റ് 3% ആണെങ്കിൽ ആനുവൽ ബോണ്ടിൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് 1% ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്ററിന് ലോസ് ആണ്. ഓക്കെ, ഇഫ് യു വെയിറ്റ് ടു ഗെറ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ ഫ്യൂച്ചർ ബട്ട് ദാറ്റ് ഈസ് വർത്ത്ലെസ് ദാൻ ടുഡേ. ഓക്കെ, ഇൻഫ്ലേഷൻ ടൈമിൽ പ്രിൻസിപ്പൽ എമൗണ്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിലും അയാളുടെ പർച്ചേസിങ് പവർ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വെർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ purchasing power risk or inflation risk means it is the risk which arises due to the inflation. During the time of inflation, cash flow in the public increases, so the interest rate also increases, and that will lead to the decrease in the purchasing power of consumers. But you will get the principal amount in the future, but it is worth less than today. Next type of bond risk is default risk. What is default risk? The issuer of the bond is unable to make timely payment of its interest and principal amount. ആരാണോ ബോണ്ട് ഇഷ്യൂ ചെയ്തത് ആ കമ്പനിക്ക് പീരിയോഡിക് പേയ്മെൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും പേ ചെയ്യാൻ വേണ്ടി ഉള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ഏത് ടൈമിലാണ് അതിന് കപ്പാസിറ്റി ഇല്ലാണ്ടാവുക? കമ്പനി പുവർ പെർഫോമൻസ് ആണ് ഉള്ളതെങ്കിൽ നമുക്കൊരിക്കലും നമുക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റും പ്രിൻസിപ്പൽ എമൗണ്ടും കമ്പനിക്ക് പേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഡീഫോൾട്ട് റിസ്ക്. ഡീഫോൾട്ട് റിസ്ക് മീൻസ് ദ കമ്പനി ഹു ഈസ് ഇഷ്യൂയിങ് ദ ബോണ്ട്സ് ആർ നോട്ട് ഏബിൾ ഓർ ആർ നോട്ട് ഹാവിങ് ദ കപ്പാസിറ്റി ടു റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആസ് വെൽ ആസ് എ പീരിയോഡിക് പേയ്മെൻറ്റ്. നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം. ഡിഫോൾട്ട് റിസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബോണ്ട് ഇഷ്യൂയിങ് കമ്പനീസ് ഇൻഎബിലിറ്റി ടു മേക്ക് റിക്വയർഡ് പേയ്മെൻറ്റ്സ്. ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിഫോൾട്ട് റിസ്ക് ഈസ് സീൻ ആസ് അതർ വേരിയൻസ് ടു ക്രെഡിറ്റ് റിസ്ക് വെയർ ബോറോയിങ് കമ്പനീസ് ഫെയിൽസ് ടു മീറ്റ് ദ എഗ്രീഡ് ടേംസ് ഓഫ് ദ ഇഷ്യൂ. അതായത് ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പം ഇഷ്യൂയിങ് കമ്പനി ബോറോയിങ് കമ്പനിക്ക് കൊടുത്തേക്കുന്ന
കുറച്ച് എഗ്രീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്നതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. The company is not able to make profit to pay the liabilities of bondholders. That is, bond issuing company having not enough profit to pay the liabilities of bondholders. In such cases, bondholders are either not receiving return at all or may be received after long delay. ഇങ്ങനെയുള്ള കേസിൽ ഒരു ബോണ്ട് ഹോൾഡേഴ്സിന് ഒരു പക്ഷേ റിട്ടേൺ തീരെ കിട്ടാത്ത അവസ്ഥയുണ്ടാവാം, അതുപോലെ തന്നെ അതിന് ലോങ് ഡിലേ ഉണ്ടാവാനുമുള്ള ചാൻസസ് ഉണ്ട്. So, in this case, there is an uncertainty to the return from the company and thus default risk occurs. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനീസിൽ എന്തുണ്ടാവും? ഡീഫോൾട്ട് റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, സോ ബിഫോർ ഇൻവെസ്റ്റിംഗ് the investor have to study the each investment he is going to invest. Okay, he must try to understand the default risk involved before they are investing in bonds. How he can assess the default risk? Through credit rating. It involves both qualitative and quantitative analysis of performance of the company and management. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ there is professional credit rating agencies like CRISIL which is operating in India. Such agencies give the rates to the bonds which is issued by the companies, and investors can rely on these grades before they are going to invest in bonds. സോ നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫോൾട്ട് റിസ്ക് ഒഴിവാക്കാം. നെക്സ്റ്റ് വൺ, റേറ്റിംഗ് റിസ്ക്. ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്യാൻ ഓൾസോ സംടൈംസ് suffer from rating risk where the slew of factors specific to the bonds as well as the market environment affect the bond rating, thus decrease in the value and demand of the bond. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫോൾട്ട് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ വരുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് റിസ്ക്. അതായത് കമ്പനി വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കൊടുത്തേക്കുന്ന വാല്യൂ, ബോണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. സോ ആ ബോണ്ടിൻ്റെ വാല്യൂ മാർക്കറ്റിൽ ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോണ്ടിൻ്റെ ഡിമാൻഡും ഡിക്രീസ് ചെയ്യുന്നു. ഈ ഡിഫാൾട്ട് റിസ്ക്കും റേറ്റിംഗ് റിസ്ക്കും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുന്നത് കമ്പനിക്ക് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റും പ്രിൻസിപ്പൽ എമൗണ്ടും പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതിനാണ് നമ്മൾ ഡിഫാൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, മാർക്കറ്റിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് കൊടുത്തേക്കുന്നത് ലോ പോയിൻറ്റ്സ് ആണ്. സോ അതെന്ത് ചെയ്യും? കമ്പനിയുടെ ബോണ്ട് റേറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ റീസൺ കൊണ്ട് തന്നെ ബോണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ബോണ്ടിൻ്റെ ഡിമാൻഡും ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. The major risk associated with the bond is interest rate risk, which occurs as a result of fluctuations in the interest rate of the market. Due to this, there will be an uncertainty towards the return from the bonds. Always ബോണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ആസ് ആൻ ഇൻവെസ്റ്റർ ഹി വിൽ റിസീവ് ഇൻട്രസ്റ്റ് ആനുവലി ഓർ സെമി ആനുവലി. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബോണ്ടിൽ നിന്ന് ഒരു ഇൻവെസ്റ്ററിന് എന്ത് കിട്ടും? പീരിയോഡിക് പേയ്മെൻറ്റ് ഒന്നെങ്കിൽ ആനുവലി ആയിരിക്കും, സെമി ആനുവലി അയാൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ഹി റീഇൻവെസ്റ്റ് ദീസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഈച്ച് ഇയർ അറ്റ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. Thus, the interest is earned on the interest received from the bonds in each year. What he will do? ഓരോ വർഷവും ഓരോ മാസവും കിട്ടുന്ന ഇൻട്രസ്റ്റ് അയാൾ എന്ത് ചെയ്യും? വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് നോക്കും. So, we can say interest rate risk is the risk arising from fluctuating interest rate. ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷനിൽ നിന്നുണ്ടാവുന്ന റിസ്ക് ആണ് എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. ഓക്കെ, ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. അതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്താണ്? ബോണ്ട്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന്. എന്താ അതിനുള്ള റീസൺ? എന്തായിരുന്നു റീസൺ? നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതായത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ഇൻവെസ്റ്റേഴ്സ് വിൽ ഇൻവെസ്റ്റ് മോർ ഇൻ ദ ന്യൂ കമ്പനീസ് ബോണ്ട്സ്. സോ ഓൾഡ് കമ്പനിയുടെ ഷെയർസ്, ഓൾഡ് കമ്പനി ബോണ്ട്സ് അവർ സെൽ ഓഫ് ചെയ്യും. സോ അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. സോ പ്രൈസ് ഓഫ് ദ ബോണ്ട്സ് ഓൾസോ വിൽ ബി ഡിക്രീസിങ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൻ്റെ മെക്കാനിസം പറയാം. Interest rate risk refers to the impact of the movement of interest rate on bond returns. Bond returnsum എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ട് റിട്ടേൺസിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ബോണ്ട് പ്രൈസ് ഡിക്രീസസ്. എന്താ റീസൺ? നമ്മൾ പഠിച്ചു. എന്താണ് റീസൺ? കൂടുതൽ ആൾക്കാരും പുതിയ ബോണ്ട്സിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഓൾഡ് ബോണ്ട്സ് സെൽ ഓഫ് ചെയ്യും. അതിൻ്റെ ഡിമാൻഡ് കുറയും. സോ പ്രൈസ് ഓൾസോ വിൽ ബി ഡിക്രീസിങ്. സോ ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ബോണ്ട് പ്രൈസ്. ബോണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോവർ റിട്ടേൺ ആയിരിക്കും നമ്മുടെ ബോണ്ട്സിൽ നിന്ന് കിട്ടുന്നത്. സോ ദർ ഈസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻവെസ്റ്റർ ഓൺസ് എ ബോണ്ട് ട്രേഡ്സ് അറ്റ് പാർ ആൻഡ് ക്യാരി 4% yield. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ടു 5%. ഓക്കെ, അയാളുടെ ബോണ്ടിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4% ആണ്. മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ്. സോ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ ഓൾഡ് ബോണ്ട്സ് എന്ത് ചെയ്യും? സെൽ ഓഫ് ചെയ്യും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? 5% ഈൽഡുള്ള പുതിയ ബോണ്ട്സ് പർച്ചേസ് ചെയ്യും. സോ പഴയ ബോണ്ടിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? ഗോ ഡൗൺ ചെയ്യും. അതിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ. ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. സോ അയാൾ സെൽ ഓഫ് ചെയ്യും. അയാൾ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒപ്പം നിൽക്കുന്ന ബോണ്ട്സ് പർച്ചേസ് ചെയ്യും. സോ 4% ഈൽഡുള്ള ബോണ്ട്സിൻ്റെ ഡിമാൻഡ് കുറയും, പ്രൈസും കുറയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്ലൈഡിലേക്ക് നോക്കാം. ആസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ബോണ്ട് പ്രൈസ് ഡിക്ലൈൻസ്. ഇൻ ദ ഇവൻറ്റ് ഓഫ് റൈസിംഗ് റേറ്റ്സ് ദ അട്രാക്റ്റീവ്നെസ് ഓഫ് ബോണ്ട്സ് വിത്ത് ലോവർ റിട്ടേൺസ് ഡിക്ലൈൻ. അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കുറവുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ബോണ്ട്സിൻ്റെ റിട്ടേൺസ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യും. റിവേഴ്സും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഷോർട്ട് ടേം ബോണ്ട്സ് ആർ ലെസ് exposed to the risk, while long-term bonds have a very high probability of getting affected. ഷോർട്ട്-ടേം ബോണ്ട്സിനെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് വലുതായിട്ട് അങ്ങനെ എഫക്റ്റ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ലോങ് ടേം ബോണ്ട്സ് ആണെങ്കിൽ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. As we all discussed that the change in interest rate generally affect the bonds inversely. Increase in interest rate will lead to the decrease in price of the bond. That is, bond price move inversely to the interest rate. If the interest rate goes up, the market price of the bonds falls. Those who are holding bonds with lesser coupon rates feel that the bond market value has come down. The reason for this movement is tied up with the valuation of securities. Conversely, if the interest rate declines, the bond price increases. Interest rate risk affects bonds more directly than the common stock and is a major risk faced by all the bondholders.
As the interest rate changes, bond price changes in the opposite direction. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ബോൺസിൻ്റെ പ്രൈസിനെ ഇൻവേഴ്സ് ആയിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യും. ബോണ്ട് പ്രൈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്താൽ ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സോ അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് മൂവ് ചെയ്യുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ ഇക്കണോമിയും അതുപോലെ തന്നെ ബോണ്ട് പ്രൈസും. സോ നമ്മൾ കോമൺ സ്റ്റോക്കിനെയും ഷെയർസിനേക്കാളും കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എഫക്റ്റ് ചെയ്യുന്നത് ബോൺസിനെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ചേഞ്ച് ബോണ്ട് പ്രൈസിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ നോക്കാം, റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. It is assumed that the investors reinvest all income received from a bond at a rate equal to the computed yield to maturity on the bond, thereby earning interest on interest over the life of the bond at the computed yield to maturity date. ഒന്നുമില്ല, നമ്മളൊരു ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈൽഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സിന് ആ ഇൻട്രസ്റ്റ് റേറ്റ് മന്ത്ലി സെമി ആനുവലിയോ മേടിക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. സോ അവർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യാം, ഇൻകം ഏൺ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? സോ വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസസ്, ഇൻവെസ്റ്റേഴ്സ്, അപ്പം മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യുമ്പം ഇൻവെസ്റ്റേഴ്സ് റീഇൻവെസ്റ്റ് ദർ കൂപ്പൺ ഇൻകം ആൻഡ് ദർ പ്രിൻസിപ്പിൾസ് അറ്റ് ലോവർ പ്രിവൈലിംഗ് റേറ്റ്. അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി അവരുടെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ കൂപ്പൺ ഇൻകവും അവരുടെ പ്രിൻസിപ്പിൾസും ലോവർ പ്രിവൈലിംഗ് റേറ്റിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആൻ ഇൻവെസ്റ്റർ ബൈസ് ₹1 lakh bond വിച്ച് കൺസിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് 6% ആൻഡ് ഹി എക്സ്പെക്ട് ₹6,000 ആസ് ആനുവൽ റിട്ടേൺ. ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% ആണ്. ബോണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. സോ ഹി ഗെറ്റ്സ് 6,000 ആസ് ദ ആനുവൽ റിട്ടേൺ. ബട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഡിക്ലൈൻ ടു 4%. 4%ലേക്ക് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. അപ്പോൾ അയാൾക്ക് എത്രയേ കിട്ടുള്ളൂ, 4% ഓൺ 1 lakh എത്ര കിട്ടുള്ളൂ, 4,000 rupees ആണ് ബോൺസിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. As a result, he sells the bond before the maturity and loses a part of principal amount. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യും, ആ ബോണ്ട് മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് സെൽ ഓഫ് ചെയ്യും. So the amount for the reinvestment decreased from 1 lakh to 75,000. അയാളത് വീണ്ടും വിൽക്കുന്ന സമയത്ത് അയാൾക്ക് എത്രയേ കിട്ടുള്ളൂ, 1 lakhന് പകരം 75,000 കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അതാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് ഓൾസോ നോൺ ആസ് ഡിഫോൾട്ട് റിസ്ക്. Credit risk is result from bond issuers' inability to make timely payment to the lenders. ലെൻഡേഴ്സിന് ടൈംലി പേയ്മെൻറ്റിന് ഉള്ള കപ്പാസിറ്റി ഇല്ലാത്തതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. This leads to interrupted cash flow for the lender, where losses might range from moderate to severe. ഇങ്ങനെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പം എന്താണ്, ഡീഫോൾട്ട് റിസ്ക്കും ക്രെഡിറ്റ് റിസ്ക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഡീഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തല്ല, കമ്പനിക്ക് കപ്പാസിറ്റി ഇല്ല പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും പേ ചെയ്യാൻ. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി അല്ലെങ്കിൽ ആ ബോണ്ട് ഇഷ്യൂവർ ടൈംലി പേയ്മെൻറ്റ് നടത്താതിരിക്കുന്ന സമയത്ത് അയാൾക്ക് കുറച്ച് ലോസസ് ഫേസ് ചെയ്യേണ്ടി വരും. മേ ബി ഫൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഹിസ്റ്ററി ആൻഡ് കപ്പാസിറ്റി ടു റീപേ ആർ ദ
Two most important factors that can determine credit risk. ക്രെഡിറ്റ് ഹിസ്റ്ററി, കമ്പനിയുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ കപ്പാസിറ്റി ടു റീപേ, ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ക്രെഡിറ്റ് റിസ്കിനെ എഫക്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ലിക്വിഡിറ്റി റിസ്ക്. Liquidity risk arises when bonds become difficult to liquidate in the narrow market with very few buyers and sellers. അതായത് ഒരു ചെറിയ നാരോ മാർക്കറ്റിൽ വളരെ കുറച്ച് ബയേഴ്സും സെല്ലേഴ്സും ഉള്ള മാർക്കറ്റാണെങ്കിൽ ആ ബോൺസ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. സോ നാരോ മാർക്കറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ലിക്വിഡിറ്റി ആൻഡ് ഹൈ വോളാറ്റിലിറ്റി. നാരോ മാർക്കറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലോ ലിക്വിഡിറ്റി, ഹൈ വോളാറ്റിലിറ്റി ആണ്. ഹൈ വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തും ഇൻക്രീസ് ചെയ്തും സ്റ്റേബിളായിട്ടായിരിക്കില്ല നീങ്ങുക. സോ ലിക്വിഡിറ്റി റിസ്ക്. So let's revise what all we have studied so far in this class. First of all, in today's class we have discussed about the types of bond risk. The return of the bond is always affected by a number of risks which is performed in the bond market. First category is purchasing power risk, and also it is known as inflation risk. This risk arises due to the inflation. The mechanism is when inflation rate increases, cash flow in the public increases. So it will lead to the interest rate to be increases, and it will lead to the purchasing power decline. Second category is default risk. Default risk means the issuer of the bond is unable to make the timely payment of interest and principal amount because of the poor performance of the company. Third one is rating risk. Rating risk, also known as credit rating risk, that is bond investment suffers from the rating risk when the bond rating of the bond is at low, so it will decrease the value of the bond and also demand for the bond. Next one is interest rate risk. Interest rate risk arises due from fluctuating interest rate. That means when the interest rate increases, the bond price decreases. There is an inverse relationship between interest rate and bond price. So when the bond price decreases, lower return is expected from that bond. Interest rate risk refers to the impact of movement of interest rate on bond returns. How the interest rate movement affect the bond return? As the interest rate increases, bond price declines. In the event of rising rates, the attractiveness of existing bonds with lower returns declines. Hence, the price of the bond falls. And reverse also happens. And also short-term bonds are less exposed to the interest rate risk, and long-term bonds have very high probability of getting affected by the interest rate risk. Next one is price risk. As we all discussed that there is an inverse relationship between bond price and also interest rate of the economy. So the mechanism is when the market interest rate increases, bond price decreases. When market interest rate decreases, bond price increases. There is an inverse relationship exists between bond price as well as interest rate. So the bond is more affected by the interest rate risk rather than common stocks and shares. It is the main risk which is faced by the all bond holders. Next one is reinvestment risk. Reinvestment risk means when interest rate decreases, investor reinvest the coupon rate income and their principal amount at lower prevailing rate.
That is, the probability that the investors will not able to reinvest the cash flow at a rate compared to the bond's current return refers to reinvestment risk. This tends to happen when market rate returns are lower than bonds coupon rate. അതായത് മാർക്കറ്റ് റേറ്റ് ബോണ്ടിൻ്റെ റിട്ടേണിനേക്കാളും കുറവ്, മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റിനേക്കാളും കുറവാണെങ്കിൽ അവിടെ എന്തുണ്ട്, റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് അറൈസസ്. So the investors are not able to reinvest the cash flow at the rate compared to the bond's current return. ബോണ്ടിൻ്റെ കറൻറ്റ് റിട്ടേൺ ഇപ്പം എന്ന് പറയുന്നത് 4% ആണ്. ആ 4%-ൽ അയാൾക്ക് എന്ത് പറ്റുന്നില്ല, റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ അയാൾ എന്ത് ചെയ്യും, അത് സെല്ല് ചെയ്തിട്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. So we can say if the investor spends the coupon or reinvests them at a rate different from assumed reinvestment rate, the realized yield that will be actually earned at the maturity of the investment in the bond will be different from the promised yield to maturity. A higher is the reinvestment rate, the higher will be the income from bond. If the lower is the reinvestment rate, the lower will be the income from bond. So it gives rise to the reinvestment rate risk. Next one is credit risk. Credit risk is result from a bond issuer's inability to make timely payment to the lenders. This leads to the interrupted cash flow for the lender, and he may lose moderate to severe amounts from it. And also credit history and capacity to repay are the most important factors which determines the credit risk. Last one is liquidity risk. Liquidity risk means when the bonds become difficult to liquidate in the narrow market with very few buyers and sellers. Narrow market are characterized by the low liquidity and high volatility. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ നാരോ മാർക്കറ്റ് ആയിരിക്കും, വളരെ കുറവ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ബോൺസിനെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള റിസ്ക് എന്ന് പറയുന്നത്, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ സെൽ ഓഫ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഹൈ വൊളാറ്റിലിറ്റി ആയിരിക്കും ആ മാർക്കറ്റിൽ അവർ ഫേസ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് റിസ്ക് എന്ന് പറയുന്നത്. മെയിൻ ബോണ്ട് റിസ്ക് വിച്ച് ഈസ് ഫേസ്ഡ് ഇൻ ദ ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ കുറച്ച് റിസ്ക്കും കൂടി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത 2-3 പോയിൻറ്റ്സ് ബോണ്ട് റിസ്ക് ഒന്നും കൂടി പറയാം. അടുത്തതെന്ന് പറയുന്നത് 9th ആണ് കോൾ റിസ്ക്. അതായത് certain bonds are issued with a call option. The call option gives the issuer the option to redeem the bond before the maturity date. കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ കോളബിൾ ബോൺസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ആ ബോണ്ട് റിഡീം ചെയ്യാം. When the tendency of the interest rate is come down, issuer may exercise the call option for their benefit. അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻ ചെയ്യുമ്പം ഇഷ്യൂവർ എന്ത് ചെയ്യും, കോൾ ഓപ്ഷൻ പെർഫോം ചെയ്യും. അതായത് എന്ത് ചെയ്യും, അയാൾ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് എന്ത് ചെയ്യും, ആ ബോണ്ട് റിഡീം ചെയ്യും. സോ ദേ വിൽ റിഡീം ദ ബോണ്ട്സ് അറ്റ് ഹൈ ഫണ്ടിങ് കോസ്റ്റ്. ഹൈ കോസ്റ്റ് ആയിരിക്കും അവരുടെ റിഡംഷൻ ഉണ്ടാവുക. സോ ഇൻവെസ്റ്റർ ഗെറ്റ് എക്സ്പോസ് ടു ദ കോൾ റിസ്ക്. അങ്ങനെ ആ റിഡീം ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹൈ ഫണ്ടിങ് കോസ്റ്റ് വരുന്നുണ്ട്. സോ ഹി ഈസ് സബ്ജക്റ്റഡ് ടു കോൾ റിസ്ക്. ദേ മേ നോട്ട് ഗെറ്റ് സിമിലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ തന്നെയുള്ള ഒരു സിമിലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് ഫൈൻഡ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ആയിരിക്കും. അതുപോലെ തന്നെ പ്രീപേയ്മെൻറ്റ്സ് റിസീവ്ഡ് വിൽ ഹാവ് ടു ബി പാർക്ക് വിത്ത് അവന്യൂസ് ഓഫറിങ് ലോവർ ഈൽഡിൽ അവർ എന്ത് ചെയ്യും, കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ദ ഇൻവെസ്റ്റർ മൈറ്റ് ബൈ ജങ്ക് ബോണ്ട്സ് വിച്ച് ഈസ് റിസ്കി ബോണ്ട്സ് വിച്ച് വെരി പുവർ റേറ്റിംഗ് ടു ഗെറ്റ് ദ സെയിം റിട്ടേൺ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ജങ്ക് ബോണ്ട്സ് പർച്ചേസ് ചെയ്യും. അതെന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്, പുവർ റേറ്റിംഗ് ഉള്ള ബോണ്ട്സ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ദറ്റ് ഈസ് 10th പോയിന്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഇൻ certain bonds payment of interest may be in foreign currency. It is rupee converted to cash flows are uncertain. നമ്മൾ പറഞ്ഞു, നമ്മൾ
ഫോറിൻ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇല്ലേ? ആ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും അൺസർട്ടൺ ആണ്. സോ the rupee converted into foreign currency is always uncertain. If foreign currency is strengthening, rupee receipts also will be higher. Foreign currency യുടെ വാല്യൂ കൂടുതലാണെങ്കിൽ കിട്ടുന്ന റിട്ടേണും എന്തായിരിക്കും? കൂടുതലായിരിക്കും. വെൻ ഫോറിൻ കറൻസി ഡിപ്രിഷിയേറ്റ്, ഇന്ത്യൻ റുപ്പി കൺവേർഷൻ വിൽ ബി ലെസ്സർ എമൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഓർ കറൻസി റിസ്ക്. അതേസമയം നമ്മുടെ കമ്പനി ഫോറിൻ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ റുപ്പിയുടെ കൺവേർഷൻ റേറ്റ്സ് എത്രയായിരിക്കും? കുറവ് തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന റിസ്കിനെയാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്കൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നായിരിക്കും. ഈ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ ടൈമിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. ആർ ബി ഐയുടെ മോണിറ്ററി പോളിസീസിനനുസരിച്ചായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഫോർ എനി ഡൗട്ട്സ് ഓർ terms not clear, you can contact me at any time. So that's all. Thank you. Let's see in the next class.